ശബരിമല വിഷയത്തിൽ രഹന ഫാത്തിമയ്ക്കെതിരായ കേസ് റദ്ദാക്കാനുള്ള സർക്കാർ നീക്കത്തിന് തിരിച്ചടി. കേസ് അവസാനിപ്പിച്ച പോലീസ് നടപടി തടഞ്ഞ് തുടരന്വേഷണത്തിന് പത്തനംതിട്ട ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി ഉത്തരവിട്ടു. തെളിവുകളില്ലെന്ന് കാട്ടി കേസ് അവസാനിപ്പിക്കാനായിരുന്നു സർക്കാർ നീക്കം. അയ്യപ്പ ഭക്തർ പവിത്രമായി കാണുന്ന മുദ്രയണിഞ്ഞും കറുപ്പെടുത്തും ആക്ഷേപകരമായി രഹന ഫാത്തിമ സാമൂഹ്യ മാധ്യമങ്ങളിലിട്ട പോസ്റ്റുകളും പിന്നാലെ നടത്തിയ ശബരിമല യാത്രയുമെല്ലാം വലിയ കോളിളക്കമാണ് സൃഷ്ടിച്ചത്. 2018 സംഭവ വികാസങ്ങൾ അയ്യപ്പ ഭക്തർ മറക്കാനിടയുമില്ല. എന്നാൽ ഇത് സംബന്ധിച്ച് രജിസ്റ്റർ ചെയ്തിരുന്ന കേസ് അവസാനിപ്പിക്കാനായിരുന്നു പോലീസിന്റെ നീക്കം. വിശ്വാസികളുടെ വികാരത്തെ വ്രണപ്പെടുത്തുകയെന്ന ഗൂഢലക്ഷ്യത്തോടെ ശബരിമല പ്രവേശനം നടത്തുകയും സാമൂഹിക മാധ്യമങ്ങളിൽ അയ്യപ്പസ്വാമിയെയും ഭക്തരെയും അധിക്ഷേപിക്കുന്നതുമായ പോസ്റ്റുകൾ പ്രചരിപ്പിക്കുകയും ചെയ്തതിനെതിരെ നൽകിയ കേസിലാണ് നടപടി. തെളിവില്ലെന്ന് കാണിച്ച് കേസ് അവസാനിപ്പിക്കാൻ നടത്തിയ ശ്രമത്തെ പരാതിക്കാരനായ BJP നേതാവ് അഡ്വക്കേറ്റ് B. രാധാകൃഷ്ണ മേനോൻ എതിർത്തു. ഇതോടെ കേസ് അവസാനിപ്പിച്ച പോലീസ് നടപടി തടഞ്ഞ് തുടരന്വേഷണത്തിന് പത്തനംതിട്ട ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി ഉത്തരവിട്ടു. സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഈ സർക്കാരിന്റെ ക്ഷണം സ്വീകരിച്ചെത്തിയ അതിഥികളായിരുന്നു ഈ രഹന ഫാത്തിമ അടക്കമുള്ള ബിന്ദു അമ്മിണി അടക്കമുള്ള ഈ ശബരിമലയെ കളങ്കപ്പെടുത്താനെത്തിയ ഇത്തരത്തിലുള്ള സ്ത്രീകളെല്ലാം. അപ്പോൾ അവരുടെ സംരക്ഷണം ഇവരെ ഉറപ്പ് കൊടുത്തിട്ടുള്ളതാണ് ഗവൺമെൻറ്. അപ്പോൾ അവരെ സംരക്ഷിക്കാനുള്ള നീക്കമാണ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് അന്ന് മുതൽ ഇന്ന് വരെ നടന്നത്. അതിനെ ചെറുക്കുക എന്നുള്ളത് വിശ്വാസി എന്നുള്ള നിലയിൽ നമ്മുടെ കടമയാണ്, കർത്തവ്യമാണ്. യഥാർത്ഥത്തിൽ അയ്യപ്പൻ പിറന്നു വീണ പുണ്യഭൂമിയായ പന്തളത്തു നിന്നും ആയിരക്കണക്കിന് അമ്മമാർ ആരംഭിച്ചിട്ടുള്ള അന്നത്തെ പ്രതിഷേധം, ആ പ്രതിഷേധം ആളിക്കത്തിയപ്പോൾ സത്യത്തിൽ ഈ ഭാരതത്തിലെയും ലോകത്തിലെയും മുഴുവൻ അയ്യപ്പ വിശ്വാസികൾക്കും ഈശ്വര വിശ്വാസികൾക്കും അത് ആശ്വാസം പകരുകയായിരുന്നു. അതിനെ തല്ലിക്കെടുത്താനുള്ള നീക്കം ഇപ്പോൾ വളരെ ആസൂത്രിതമായി വീണ്ടും സർക്കാർ ആരംഭിച്ചിരിക്കുന്നു. പ്രതിക്കെതിരെ കുറ്റപത്രം സമർപ്പിക്കാതിരിക്കാനുള്ള അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ശ്രമം ബാഹ്യസ്വാധീനത്തിനും സമ്മർദ്ദത്തിനും വഴങ്ങിയിട്ടുള്ളതാണെന്ന് പരാതിക്കാരൻ കോടതിയെ അറിയിച്ചു. കേസ് അവസാനിപ്പിക്കാനുള്ള നടപടി സർക്കാരിന്റെ അറിവോടുകൂടിയാണെന്നും അദ്ദേഹം വിമർശിച്ചു. ഇതൊരു സർക്കാർ സ്പോൺസേഡ് ഗൂഢാലോചനയായിരുന്നു. കൃത്യതയോടുകൂടി തന്നെ വിശ്വാസികളെ ആ വിശ്വാസത്തെ തകർക്കാൻ, ഈ ശബരിമലയുടെ പ്രസക്തി ഇല്ലാതാക്കാൻ, അവിടുത്തെ അയ്യപ്പൻ്റെ വ്രതത്തിന് പ്രസക്തി ഇല്ലാതാക്കാൻ, അങ്ങനെയെല്ലാമുള്ള വളരെ ഗൂഢശ്രമങ്ങളായിരുന്നു. ഇവർ കൊണ്ടുപോയി എന്ന് പറയുന്ന ഈ ഇരുമുടിക്കെട്ടിനകത്ത് പോലും യഥാർത്ഥത്തിൽ ഇരുമുടിക്കെട്ടല്ലായിരുന്നു എന്നാണ് പറയുന്നത്. മറ്റ് പല വിശ്വാസികൾക്ക് വിരുദ്ധമായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെയാണ് ആ കെട്ടിനകത്ത് പോലും ഉണ്ടായിരുന്നത് എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ എന്തായാലും ഇത് കൃത്യമായിട്ടുള്ള ഒരു വലിയ ഗൂഢാലോചനയായിരുന്നു. ആ ഗൂഢാലോചനയാണ് അയ്യപ്പൻ്റെ അനുഗ്രഹം കൊണ്ട് ഇന്ന് പൊളിഞ്ഞു വീഴുന്നത്. പരാതിക്കും പ്രതിഷേധത്തിനും തുടർന്ന് രഹന ഫാത്തിമയ്ക്ക് ജോലി നഷ്ടപ്പെട്ടിരുന്നു. ശബരിമല പ്രക്ഷോഭകാലത്ത് ശരണം വിളിച്ച അയ്യപ്പ ഭക്തരെ പോലും ഇന്നും വിടാതെ വേട്ടയാടുന്ന സർക്കാരാണ് രഹന ഫാത്തിമയെ മോചിപ്പിക്കാൻ ശ്രമിക്കുന്നത്. എന്നാൽ ആ നീക്കവും തകർന്നുപോയി. മിഥുനയ്യപ്പൻ, ജനം, കോട്ടയം.